നമ്മൾ മറന്നുവെങ്കിലും മണിപ്പൂർ ഇപ്പോഴും ആളിക്കത്തുകയാണ്. മനുഷ്യർ മരിച്ചു വീഴുകയാണ്. ഏറ്റവും അവസാനം കൊല്ലപ്പെട്ടത് ഇന്ത്യയുടെ അതിർത്തി കാക്കുന്ന ഒരു BSF ജവാന്റെ 5 വയസ്സും 6 മാസവും പ്രായമുള്ള 2 കുഞ്ഞു മക്കളാണ്. അതും അവരുടെ വീട്ടിലേക്ക് രാത്രി നടന്ന റോക്കറ്റ് ആക്രമണം. ഒരു കൊലപാതകത്തിന്റെയോ ആക്രമണത്തിന്റെയോ വാർത്തയുമായാണ് ഇപ്പോൾ മണിപ്പൂർ ഉണരുന്നതും ഉറങ്ങുന്നതും. 2023 മെയ്യിൽ ആരംഭിച്ച ആഭ്യന്തര സംഘർഷം ഇന്ന് മണിപ്പൂർ എന്ന ചെറിയ സംസ്ഥാനത്തെ പലതായി വെട്ടിക്കീറിക്കഴിഞ്ഞു. ഭൂരിപക്ഷം വരുന്ന മെയ്ത്തികളുടെ പ്രദേശങ്ങളിലേക്ക് മറ്റു ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കോ തിരിച്ചോ പ്രവേശനം പോലുമില്ലാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. 2023 മണിപ്പൂരിൽ 2 കുക്കി വനിതകളെ മെയ്ത്തി ആൾക്കൂട്ടം നഗ്നരായി റോഡിലൂടെ നടത്തിയപ്പോൾ പെട്ടെന്ന് വന്ന വെളിപാട് പോലെ മണിപ്പൂർ എന്ന് നിലവിളിച്ച ഒരു മാധ്യമം പോലും ഇന്ന് മണിപ്പൂരിൽ നിലനിൽക്കുന്ന ഭീകരാവസ്ഥയെക്കുറിച്ച് മിണ്ടാൻ മടിക്കുന്നത് എന്തുകൊണ്ടാണ്? മാധ്യമങ്ങൾ ആരെയാണ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്? എന്താണ് മണിപ്പൂരിൽ സംഭവിക്കുന്നത്? മണിപ്പൂരിലെ വിവിധങ്ങളായ ഗോത്ര ഇതര വിഭാഗങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾക്ക് ബ്രിട്ടീഷ് ഭരണകാലത്തോളം ചരിത്രമുണ്ട്. ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായ ശേഷവും വിഘടനവാദവും അതിന്റെ ഭാഗമായ സംഘർഷവും മണിപ്പൂരിനെ എന്നും ഒരു ഹോട്ട്സ്പോട്ടായി തന്നെ നിലനിർത്തി. പക്ഷേ ഇന്ന് മണിപ്പൂരിൽ ആളിക്കത്തുന്ന ആഭ്യന്തര സംഘർഷങ്ങളുടെ തുടക്കം 2022 BJP വീണ്ടും മണിപ്പൂരിന്റെ അധികാരം പിടിക്കുന്നതും. മണിപ്പൂരിലെ ജനസംഖ്യയുടെ ഭൂരിപക്ഷവും മെയ്ത്തികളും രാഷ്ട്രീയവും ഭരണനിർവഹണവും ഒക്കെ ഭൂരിപക്ഷം ഹിന്ദുക്കളായ മെയ്ത്തികൾ തന്നെ. പക്ഷേ സംസ്ഥാനത്തെ മൊത്തം ഭൂമിയുടെ 10% മാത്രമാണ് അവർ കൈവശം വച്ചിരിക്കുന്നത്. അവരിൽ ഭൂരിപക്ഷവും ഇംഫാൽ താഴ്വര കേന്ദ്രീകരിച്ചാണ് താമസിക്കുന്നത്. അധികാരത്തിൽ തിരിച്ചെത്തിയ ബീരേൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ ഭൂരിപക്ഷം വരുന്ന മെയ്ത്തികളെ പ്രീണിപ്പിക്കാനുള്ള നടപടികൾ കൊണ്ടുപിടിച്ചാരംഭിച്ചു. പലതായിരുന്നു BJP സർക്കാരിന്റെ പ്രീണന നടപടികൾ. മണിപ്പൂരിലെ പ്രധാന ന്യൂനപക്ഷ വിഭാഗമായ കുന്നുകളിൽ താമസിക്കുന്ന കുക്കി ജനവിഭാഗത്തിന്റെ പല ഗ്രാമങ്ങളും ബീരേൻ സിംഗിന്റെ BJP സർക്കാർ അനധികൃത വനഭൂമി കയ്യേറ്റമെന്ന് പറഞ്ഞ് ഒഴിപ്പിച്ചു. ഇതിനിടെയാണ് എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ മണിപ്പൂർ ഹൈക്കോടതിയുടെ വിധി 2023 ഏപ്രിൽ 14 പുറത്തുവരുന്നു. മെയ്ത്തികളെ ഷെഡ്യൂൾ ട്രൈബായി പരിഗണിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ടുള്ളതായിരുന്നു ആ ഉത്തരവ് മണിപ്പൂരിലെ സമാധാനത്തിന്റെ മേലുള്ള അവസാനത്തെ ആണിയായി മാറി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മെയ്ത്തികളെ ST വിഭാഗമായി പരിഗണിച്ചാൽ അവർ മണിപ്പൂരിലെ കുക്കികളും നാഗകളും ഭൂരിപക്ഷമുള്ള കുന്നുകളിൽ ഭൂമി വാങ്ങാനുള്ള അവർക്കുണ്ടായിരുന്ന തടസ്സം നീങ്ങിപ്പിക്കും. ഇത് കുക്കി നാഗ വിഭാഗങ്ങൾ തങ്ങളുടെ ഭൂമി തട്ടിയെടുക്കാനുള്ള മെയ്ത്തികളുടെ നീക്കമായാണ് കണ്ടത്. ഈ ഹൈക്കോടതി ഉത്തരവിനെതിരെ ഓൾ ട്രൈബൽ സ്റ്റുഡൻസ് യൂണിയൻ മണിപ്പൂർ എന്ന സംഘടനയുടെ ബാനറിൽ 2023 മെയ് 3 മണിപ്പൂരിന്റെ കുന്ന് ജില്ലകളിൽ നടന്ന പ്രതിഷേധ മാർച്ചുകൾ അതിർത്തി പ്രദേശങ്ങളിൽ അക്രമങ്ങൾക്ക് തുടക്കമിട്ടു. പിന്നെ മണിപ്പൂർ സാക്ഷ്യം വഹിക്കുന്നത് സമാനതകളില്ലാത്ത അക്രമ പരമ്പരകൾക്ക്. വെറും 2 ആഴ്ച കൊണ്ട് തന്നെ 10,000-കണക്കിന് വീടുകളും 200-ലധികം കുക്കി വിഭാഗത്തിന്റെ അടക്കം ക്രിസ്ത്യൻ പള്ളികളും തകർക്കപ്പെട്ടു. കുട്ടികളും സ്ത്രീകളും അടക്കം 200-ലധികം മനുഷ്യർ കൂട്ടക്കൊല ചെയ്യും. മണിപ്പൂർ പലതായി വെട്ടിക്കീറും. കാര്യങ്ങൾ പിന്നെയാണ് തെളിഞ്ഞു വരുന്നത്. മെയ്ത്തി സമുദായ അംഗം കൂടിയായ മുഖ്യമന്ത്രി ബീരേൻ സിംഗ് എന്ന BJP നേതാവ് തന്നെ മെയ്ത്തി ഭീകര സംഘടനകൾക്ക് പിന്തുണയും സഹായവും നൽകിയിരുന്നതായി തെളിയിക്കുന്ന ശബ്ദ സന്ദേശമടക്കം പിന്നീട് പുറത്തു വന്നു. ഇന്ന് മണിപ്പൂർ ഒരു യുദ്ധഭൂമിയാണ്. മെയ്ത്തികൾക്കും കുക്കികൾക്കും നാഗകൾക്കുമൊക്കെ സ്വന്തമായി സൈനിക വിഭാഗങ്ങൾ അവിടെ ഉണ്ട്. ഇന്ത്യൻ സൈന്യത്തിന് പോലും കൃത്യമായി പ്രവർത്തിക്കാൻ സാധിക്കാത്തൊരു സ്ഥിതിയാണ് മണിപ്പൂരിലുള്ളത്. സംഘർഷം ആരംഭിക്കുന്നതിന് മുമ്പ് പ്രധാനമന്ത്രി എന്ന നിലയിൽ 4ഓളം തവണ മണിപ്പൂർ സന്ദർശിച്ച നരേന്ദ്രമോദിക്ക് ഒരൊറ്റ ദിവസത്തെ മണിപ്പൂർ സന്ദർശനത്തിന് 2025 സെപ്റ്റംബർ 13 വരെ കാത്തു നിൽക്കേണ്ടി വന്നതും മണിപ്പൂരിലെ ഈ അവസ്ഥ ഇത്ര ഭീകരമായതുകൊണ്ടാണ്. മണിപ്പൂർ എന്ന ഇന്ത്യൻ സംസ്ഥാനം ഇനി പഴയതുപോലെ ഒരൊറ്റ പേരിൽ ഒരൊറ്റ സംസ്ഥാനമായി നിലനിൽക്കാനുള്ള സാധ്യത പോലും കുറവാണ്. അത്രമാത്രം മുറിവുകൾ ഉണ്ടായിക്കഴിഞ്ഞു.
മനുഷ്യർ ഇനിയും അവിടെ മരിക്കാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കൂ. കാരണം പ്രധാനമന്ത്രിക്കും രാജ്യം ഭരിക്കുന്ന പാർട്ടിക്കും പോലും മണിപ്പൂരിൽ സമാധാനം പുലരണമെന്ന് ആഗ്രഹമില്ല.